കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ UDF പ്രവർത്തകർ വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണിപ്പോൾ. പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. മാർച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. സമീർ C. മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സമീർ, സംഘർഷ സാഹചര്യം ഉണ്ടോ അവിടെ? സമീർ, അവിടെ ഒരു സംഘർഷ സാഹചര്യമുണ്ടോ UDF മാർച്ചിൽ? ഗോപി, നിലവിൽ അത്തരമൊരു സാഹചര്യം ഇല്ല. പോലീസിന്റെ ബാരിക്കേഡ് തകർക്കാനൊന്നും തന്നെ നേതാക്കളും അതുപോലെ അണിയ പ്രവർത്തകരും ഒന്നും തന്നെ ശ്രമിച്ചില്ല. ഈ അണികൾ നേതാക്കൾ പറയുന്നതനുസരിച്ച് തന്നെ ഈ ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് എത്തിയെങ്കിലും പ്രതിഷേധവുമായി എത്തിയെങ്കിലും പിന്നീട് പിരിഞ്ഞു പോവുകയും താഴേക്ക് വരികയും ചെയ്തു. ഇപ്പോൾ പൊതുയോഗം ആരംഭിച്ചിരിക്കുകയാണ്. K. മുരളീധരൻ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് UDF നീങ്ങുന്നു. പ്രധാനമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് DYFI നേതാവ് റബീഷ് ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. ആ റബീഷിന്റെ ഉൾപ്പെടെ അതുപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെയൊക്കെ തന്നെ പോലീസ് സംരക്ഷിക്കുന്നു എന്നാണ് UDF ആരോപിക്കുന്നത്. ഒരു വിധത്തിലുമുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നില്ല. ഈ കേസ് നൽകിയതാവട്ടെ MSFന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പക്ഷേ ആ പരാതിയിലല്ല കേസെടുത്തത്. CPM നൽകിയ പരാതിയിലാണ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തത്. അത്തരത്തിൽ ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ പോലീസ് CPIയുമായി ഒത്തുകളിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് UDFന്റെ ഈ പ്രതിഷേധം. ഇപ്പോൾ വടകര SP ഓഫീസിലേക്കാണ് ഈ മാർച്ച് നടത്തുന്നത്. ആ മാർച്ചാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള പൊതുയോഗം ആരംഭിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട്. അതുപോലെ RMPയുടെ നേതാക്കളായിട്ടുള്ള N. വേണു ഉൾപ്പെടെയുള്ളവരും എത്തിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസ് നടപടി തുടർന്നാൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള സമീർ, കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ UDF പ്രവർത്തകർ വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നു എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. പോലീസ് മാർച്ച് തടഞ്ഞിട്ടുണ്ട്. സമീർ C. മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്, കോഴിക്കോട്.